വെൽക്കം ബാക്ക്. ഈസ് ഉപയോഗിക്കണോ, ഡസ് ഉപയോഗിക്കണോ, ആർ ഉപയോഗിക്കണോ, ഡു ഉപയോഗിക്കണോ? നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണിത്. ഇതെല്ലാം പ്രൈമറി ഓക്സിലറീസ് ആണ്. പ്രസന്റ് ടെൻസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഡൂവും ഡസും ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലുമാണ്. ഈസ്, ആം, ആർ ഇത് ബി എന്ന ഫാമിലിയിൽ വരുന്ന പ്രൈമറി ഓക്സിലറീസ് ആണ്. ഇത് നമുക്ക് എല്ലാത്തരം സെന്റൻസസിലും ഉപയോഗിക്കാം. അതായത് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലും മാത്രമല്ല, അഫർമേറ്റീവ് സെന്റൻസസിലും നമ്മൾ ഈസ്, ആം, ആർ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു മെയിൻ ഡിഫറൻസ്, ഡൂവും ഡസും നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഡൂവും ഡസും ഉപയോഗിക്കുന്നത്. ഈസ്, ആം, ആർ അത് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലും ഉപയോഗിക്കാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഈസ്, ആം, ആർ ഉപയോഗിക്കുമ്പോൾ അത് അവിടുത്തെ മെയിൻ വെർബായിരിക്കും. പിന്നെ അതിനുശേഷം വരെ ഒരു നൗണോ അജക്റ്റീവോ ആയിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഈസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആറോ ആമോ ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം വരെ ഒരു ING ഫോം ആയിരിക്കും. നമുക്ക് ആദ്യം കുറച്ച് ഗ്രാമർ ഒന്ന് നോക്കാം. ബി എന്ന ഫാമിലിയിൽ വരുന്ന 3 ഓക്സിലറി വേർബ്സ് ആണ് ഈസ്, ആം, ആർ. വാസ്, വർ ഇതും ഈ ഫാമിലിയിൽ തന്നെ വരുന്ന ഓക്സിലറീസ് ആണ്. പക്ഷെ അത് നമ്മൾ രണ്ടും ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഡൂവും ഡസും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈമറി ഓക്സിലറീസ് ആണ്. ഡൂവിനും ഡസിനും ശേഷം എല്ലായ്പ്പോഴും V1 തന്നെ വേണം ഉപയോഗിക്കാൻ. ഈസ്, ആം, ആർ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോം ആണ്. അതല്ലാതെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഈ വേർബ്സ് ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ഒരു നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഉപയോഗിക്കും. നമുക്ക് ഈ എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് എ ഡോക്ടർ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവൾ ഒരു ഡോക്ടറാണ്. ഇവിടെ ഈസ് ആണ് മെയിൻ വെർബ്. ഈ സെന്റൻസിൽ നമുക്ക് മറ്റു വെർബ്സ് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു നൗൺ ആണ്. അവൾ ഒരു ഡോക്ടറാണ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഈ ഡോക്ടർ എന്നത് ഒബ്ജക്റ്റ് അല്ല, മറിച്ച് അത് സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്. അവൾ എന്താണ് എന്നാണ് അത് പറയുന്നത്. സബ്ജക്റ്റിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഡോക്ടർ എന്ന നൗൺ ഇവിടെ തരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്. ഷീ ഈസ് ഹാപ്പി ഇതും സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ ഈസിന് ശേഷം ഉപയോഗിച്ചത് ഹാപ്പി എന്ന അഡ്ജക്റ്റീവ് ആണ്. ഇങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഈസ്, ആം, ആർ ഈ 3 വേർബ്സ് യൂസ് ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആണ്. മറ്റു വാക്കുകൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഈ വേർബ്സിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ്, ആം, ആർ ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം വരുന്നത് ഒരു ING ഫോം ആണ്. ഷീ ഈസ് വർക്കിംഗ് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ ഈസ് ഉപയോഗിച്ചിട്ടുള്ളത് മെയിൻ വെർബ് ആയിട്ടല്ല, ഓക്സിലറി വെർബ് ആയിട്ടാണ്. അതിനുശേഷം നമ്മളൊരു ING ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം അതാണ്. ഒന്നുകിൽ ഈസ്, ആം, ആർ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി ഉപയോഗിക്കും, പിന്നെ അതിനുശേഷം ING ഫോം ഉപയോഗിക്കും. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് ഈസ്, ആം, ആർ മെയിൻ വെർബായി യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് അതിനുശേഷം വരെ ഒരു നൗണോ അഡ്ജക്റ്റീവോ ആയിരിക്കും. ഇത്രയും നമുക്ക് അറിഞ്ഞിരിക്കണം. ഡൂവും ഡസും ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മറ്റ് പർപ്പസ് ഒന്നും അതിനില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ നമുക്ക് ഡൂവും ഡസും ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതിനുശേഷം എപ്പോഴും ഡൂവിനും ഡസിനും ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് V1 ആണ്. ഈസ്, ആം, ആർ അതിനുശേഷം ഒരു വെർബ് വരുന്നുണ്ടെങ്കിൽ അതെല്ലായ്പ്പോഴും അതിന്റെ ING ഫോമിലായിരിക്കും. ഇനി നമുക്ക് ഈ 2 വേർബ്സ് ഉപയോഗിക്കുന്നതിലുള്ള ഡിഫറൻസ് അത് നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ കുറച്ച് സെന്റൻസസ് പറയും, എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അവൾ വരുന്നില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. നമ്മൾ അവളെ എന്തിനെങ്കിലും ഒരു പാർട്ടിക്കോ മറ്റോ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അവൾ വരുന്നില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് പതിവായി സംഭവിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചല്ല, അവളുടെ ഹാബിറ്റിനെ കുറിച്ചല്ല, മറിച്ച് ഒരു പ്രത്യേക ഒക്കേഷനിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണോ ഡസ് ആണോ? ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ല. അവൾ വരുന്നില്ല ഒരു പ്രത്യേക ഒക്കേഷനിൽ അവൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് പ്രസന്റിലും പിന്നെ അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ്, ഭാവിയിലുള്ള കാര്യമാണ്. പക്ഷെ ആ തീരുമാനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴേ പറയുന്നത്. അവൾ വരുന്നില്ല എന്നാണ് അവളുടെ തീരുമാനം. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്താണ്? ഈസ് പ്ലസ് ING. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ അല്ലേ, അവളാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈസ് ആണ്. അവൾ വരുന്നില്ല, ഷീ ഈസ് നോട്ട് കമ്മിങ്. ഇത് അവളുടെ ഹാബിറ്റ് അല്ല, പതിവായി അവൾ വരാറുണ്ടോ വരാറില്ലേ അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഒരു പ്രത്യേക ഒക്കേഷനിൽ അവൾ വരുന്നില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയേണ്ടത്. അതിനെക്കുറിച്ച് പറയാൻ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ല, മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ ഫോമാണ് ഈസ് പ്ലസ് ING. ഇവിടെ നമുക്ക് പറയേണ്ടത് വരുന്നില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് വെർബാണ്. ഷീ ഈസ് ഇൻ കമ്മിങ്. അവൾ വരുന്നില്ല. അവൾ ഇവിടെ വരാറില്ല.
വരാറില്ല എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഹാബിറ്റാണ് അല്ലേ? അവൾ ഇവിടെ വരാറേ ഇല്ല. ഇങ്ങനെ ഒരാളുടെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ, അവരുടെ റുട്ടീൻസിനെ കുറിച്ച് പറയാൻ, അവരുടെ ലൈക്സിനെ കുറിച്ച് പറയാൻ, ഡിസ്ലൈക്സിനെ കുറിച്ച് പറയാൻ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ് ഡൂവും ഡസും. ഡു ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ഡസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. അവൾ ഇവിടെ വരാറില്ല. ഷീ ഡസൻ കം ഹിയർ. ഡസൻറ്റിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന V1 ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോം അല്ല, V2ഓ V3ഓ അല്ല. ഡു, ഡസ്, ഡിഡ് ഈ 3 വേർബ്സിന് ശേഷവും എല്ലായ്പ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് V1 തന്നെ വേണം ഉപയോഗിക്കാൻ. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ, റുട്ടീൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയെല്ലാമാണ്. പതിവായി സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. അവൾ ഇവിടെ വരാറില്ല. ഷീ ഡസൻ കം ഹിയർ. അവൾ ഇവിടെ കൂടെ കൂടെ വരാറില്ല. കൂടെ കൂടെ അതിന് നമുക്ക് ഓഫൺ എന്ന അഡ്വർബ് ഉപയോഗിക്കാം. ഷീ ഡസൻ ഓഫൺ കം ഹിയർ. അവൾ ഇവിടെ കൂടെ കൂടെ വരാറില്ല. ഓഫൺ എന്ന അഡ്വർബിനെ നമുക്ക് വേണമെങ്കിൽ സെന്റൻസിന്റെ അവസാനവും വയ്ക്കാം. ഷീ ഡസൻ കം ഹിയർ ഓഫൺ. ഷീ ഡസൻ കം ഹിയർ ഓഫൺ. അതങ്ങനെയും നമുക്ക് പറയാൻ സാധിക്കും. ഓഫൺ പോലുള്ള ഫ്രീക്വൻസി അഡ്വേർബ്സിന് നമുക്ക് സെന്റൻസിന്റെ അവസാനം ഉപയോഗിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് അതിനെ ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ട് ഉപയോഗിക്കാം. ഷീ ഡസൻ ഓഫൺ കം ഹിയർ എന്ന് പറയുമ്പോൾ അതിൽ ഓഫൺ എന്ന അഡ്വർബ് ഡസ് എന്ന ഓക്സിലറിക്ക് ശേഷവും കം എന്ന മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് വന്നത്, ഇടയിലാണ് വന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അതല്ലാതെ പതിവായി സംഭവിക്കാറുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ, ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ എല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ഉടനെ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഈസ്, ആം, ആർ പ്ലസ് ING ഉപയോഗിക്കുക. അവൾ ഇപ്പോൾ ജോലി ചെയ്യുകയല്ല. ഈ സമയത്ത് അവൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അവൾ ഇപ്പോൾ ജോലി ചെയ്യുകയല്ല. അവൾ ഇപ്പോൾ ജോലി ചെയ്യുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയുക? ഷീസ് വർക്കിംഗ് നൗ അല്ലെങ്കിൽ ഷീസ് വർക്കിംഗ് അറ്റ് ദ മൊമെന്റ്. നമുക്ക് പറയേണ്ടത് ജോലി ചെയ്യുകയല്ല എന്നാണ്. അവൾ മറ്റെന്തോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ സംസാരിക്കുന്ന സമയത്ത് മറ്റെന്തോ ആണ് അവൾ ചെയ്യുന്നത്. എന്തായാലും ജോലി ചെയ്യുകയല്ല. ഷീസ് നോട്ട് വർക്കിംഗ് അറ്റ് ദ മൊമെന്റ്. ഷീ ഈസ് നോട്ട് വർക്കിംഗ് അറ്റ് ദ മൊമെന്റ്. അറ്റ് ദ മൊമെന്റിന് പകരം നമുക്ക് നൗ എന്നും പറയാം. ഷീ ഈസ് നോട്ട് വർക്കിംഗ് നൗ. അവൾ ഇപ്പോൾ ജോലി ചെയ്യുകയല്ല. സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് പ്ലസ് ING ആണ്. സബ്ജക്റ്റിനനുസരിച്ച് ഈസിന് പകരം നമ്മൾ ആർ ഉപയോഗിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ആറാണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ നമ്മൾ ആം ആണ് ഉപയോഗിക്കുക. ഇങ്ങനെ ഈസ് പ്ലസ് ING അല്ലെങ്കിൽ ആർ പ്ലസ് ING എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഡിസിഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടെൻസ് തന്നെയാണ്. അവൾ ഇപ്പോൾ ജോലി ചെയ്യുകയല്ല. ഷീ ഈസ് നോട്ട് വർക്കിംഗ് അറ്റ് ദ മൊമെന്റ്. ഷീ ഡസൻ വർക്ക് അല്ല, ഷീ ഈസ് നോട്ട് വർക്കിംഗ്. ഇനി ഷീ ഡസൻ വർക്ക് എന്ന് പറഞ്ഞാലോ അതിനർത്ഥം എന്താ? അതിനർത്ഥം അവൾ ജോലി ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പം ചെയ്യുന്നില്ല എന്നല്ല, മറിച്ച് അവൾക്ക് ജോലിയില്ല. ഷീ ഡസൻ വർക്ക്. അവൾ ജോലി ചെയ്യാറില്ല അല്ലെങ്കിൽ അവൾക്ക് ജോലിയില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഷീ ഡസൻ വർക്ക് എന്ന് പറയുന്നത്. അവൾക്ക് ജോലിയില്ല, അവൾ ജോലി ചെയ്യുന്നില്ല. അവൻ ഒരു ജോലിയും ചെയ്യാറില്ല. ഇത് ഹാബിറ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ് ഡൂവും ഡസും. അവൻ ഒരു ജോലിയും ചെയ്യാറില്ല. ഒരു ജോലിയും, എനി വർക്ക്. ഹി ഡസൻ ഡു എനി വർക്ക്. അവൻ ഒരു ജോലിയും ചെയ്യാറില്ല. ഡു എന്ന് പറയുമ്പോൾ ചെയ്യുക എന്നർത്ഥം. ചെയ്യാറില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡസൻ ഡു എന്ന് പറയുന്നത്. ഡുവിൻ്റെ നെഗറ്റീവ് ഫോം ആണ് ഡസൻ ഡു. ഹി ഡസൻ ഡു എനി വർക്ക്. അവൻ ഒരു ജോലിയും ചെയ്യാറില്ല. ഹാബിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല. ഹി ഡസൻ ഡു എനി വർക്ക്. അവൻ ജോലിയേ ചെയ്യാറില്ല എന്ന് പറയണമെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെവർ എന്ന ഒരു അഡ്വർബ് അവിടെ ഉപയോഗിക്കാം. ഹി നെവർ വർക്ക്സ്. അവൻ ജോലിയേ ചെയ്യാറില്ല. ഹി നെവർ വർക്ക്സ്. അവൻ എപ്പോഴും വെറുതെ ഇരിക്കുന്നവനാണ്, വളരെ ലേസിയാണ്. ഹി നെവർ വർക്ക്സ്. അവൻ ജോലിയേ ചെയ്യാറില്ല. ഇതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഞാൻ പരാതി പറയുകയല്ല. ഏതോ ഒരു പ്രത്യേക ഒക്കേഷനിലുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഞാനിപ്പോൾ പരാതിയല്ല പറയുന്നത്. ഐ എം നോട്ട് കംപ്ലൈനിങ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് ഒരു ഹാബിറ്റോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഞാൻ പരാതി പറയുകയല്ല. ഐ ആം നോട്ട് കംപ്ലൈനിങ്. ഐ ഡോണ്ട് കംപ്ലൈൻ അല്ല, ഐ ആം നോട്ട് കംപ്ലൈനിങ്. ഐ ഡോണ്ട് കംപ്ലൈൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ?
ഞാൻ പരാതി പറയാറില്ല. കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല, ഞാനത് ചെയ്യാറില്ല. അതിനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഡോണ്ട് കംപ്ലൈൻ. അതിനർത്ഥം ഞാൻ പരാതി പറയാറില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഒന്നും പറയാറില്ല. ഐ ഡോണ്ട് കംപ്ലൈൻ. ഐ എം നോട്ട് കംപ്ലൈനിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പരാതി പറയുകയല്ല എന്നർത്ഥം. സിംഗുലർ സബ്ജക്റ്റ് ആയിരുന്നെങ്കിലോ ഹിയോ ഷീ ആയിരുന്നെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഹി ഡസൻ കംപ്ലൈൻ എന്നാണ്. അവൻ പരാതി പറയാറില്ല. ഷീ ഡസൻ കംപ്ലൈൻ. അവൾ പരാതി പറയാറില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെയ്യാറില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡൂവും ഡസും ഉപയോഗിക്കുന്നത്. മറിച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുകയല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈസ് ഇൻ, ആർ ഇൻ, ആം ഇൻ അതെല്ലാം ഉപയോഗിക്കുന്നത്. ചെയ്യാറില്ല എന്ന് പറയാൻ ഡൂം ഡസ് ഉപയോഗിക്കുക. ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുകയല്ല എന്ന് പറയാൻ ഈസ് ഇൻ, ആർ ഇൻ, ആം ഇൻ അതെല്ലാം ഉപയോഗിക്കുക. വേനലിൽ കാര്യമായി മഴ പെയ്യാറില്ല. ഇതൊരു പതിവിനെ കുറിച്ചാണ് പറയുന്നത്. വേനലിൽ അങ്ങനെ മഴ പെയ്യാറില്ല. ഇപ്പം മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. വേനലിൽ കാര്യമായി മഴ പെയ്യാറില്ല എന്നാണ് ഒരു ജനറൽ ട്രൂത്ത്. അതിനെക്കുറിച്ചാണ് നമുക്കിവിടെ പറയേണ്ടത്. ഇങ്ങനെ ജനറൽ ട്രൂത്ത്സിനെ കുറിച്ച്, ഫാക്ട്സിനെ കുറിച്ച് എല്ലാം പറയാനും നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതിൽ നെഗറ്റീവ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഡസൻറ്റ് അല്ലെങ്കിൽ ഡോണ്ട് ആണ്. വേനലിൽ കാര്യമായി മഴ പെയ്യാറില്ല. ഇറ്റ് ഡസൻറ്റ് റെയിൻ മച്ച് ഇൻ സമ്മർ. ഇറ്റ് ഡസൻറ്റ് റെയിൻ മച്ച് ഇൻ സമ്മർ. നല്ല മഴ, കാര്യമായി മഴ എന്നെല്ലാം അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ മച്ച് എന്ന അഡ്വർബ് അവിടെ യൂസ് ചെയ്യുന്നത്. വേനലിൽ കാര്യമായ മഴ പെയ്യാറില്ല. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചത് ഡസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഈ സെന്റൻസ്. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഒരു ജനറൽ ഫാക്റ്റിനെ കുറിച്ചാണ്. മഴ പെയ്യുന്നില്ല. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ അതാണ് നമുക്ക് പറയേണ്ടത്. മഴ ഇപ്പോൾ പെയ്യുന്നില്ല. മഴ പെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇങ്ങനെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. ഇറ്റ് ഈസ് ഇൻ റെയിനിങ്. മഴ ഇപ്പോൾ പെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്. മഴ ഇപ്പോൾ പെയ്യുന്നില്ല. ഇറ്റ് ഡസൻ റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാറില്ല എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്ന് പറയുമ്പോൾ മഴ പെയ്യുന്നില്ല എന്നർത്ഥം. അവൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഇവിടെ നമുക്ക് പറയേണ്ടത് അവൻ്റെ ഒരു അബിലിറ്റിയെ കുറിച്ചാണ്. സംസാരിക്കാനുള്ള കഴിവിനെ കുറിച്ച് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവില്ലായ്മയെ കുറിച്ചാണ് പറയേണ്ടത്. ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇതേ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ക്യാൻ എന്ന ഒരു ഓക്സിലറി വെർബ് കൂടി ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ അതല്ല ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് ഇതെങ്ങനെ പറയാം എന്നാണ് നോക്കുന്നത്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അവൻ അതറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. ഹി ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ് അല്ല, ഹി ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അവൻ ഇംഗ്ലീഷ് സംസാരിക്കും. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയും എന്ന് പറയണമെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ഹി സ്പീക്സ് ഇംഗ്ലീഷ് എന്നാണ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഹി സ്പീക്സ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്നർത്ഥം. ഇത് തന്നെ നമുക്ക് ക്യാൻ ഉപയോഗിച്ചും പറയാം. ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്നും പറയാം. അതിനർത്ഥം അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നാണ്. ഹി സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവൻ ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെങ്കിൽ അവന് ഇംഗ്ലീഷ് അറിയാം എന്നർത്ഥം. അറിയില്ല, സംസാരിക്കില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസൻ സ്പീക്ക് ആണ്. ഈസ് ഇൻ സ്പീക്കിംഗ് അല്ല. ഹി ഡസൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അവൻ സംസാരിക്കില്ല. നീ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ഇവിടെ നമ്മൾ ആർ ഉപയോഗിക്കാൻ കാരണം ഇതിലത്തെ സബ്ജക്റ്റ് യു ആണ്. യുവിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആറാണ്. ഈസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? യു സിംഗുലറും ആവാം പ്ലൂരലും ആവാം. പക്ഷെ എല്ലായ്പ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ആർ എന്ന ഓക്സിലറി തന്നെയാണ്. പ്രസന്റ് ടെൻസിൽ ആറാണ് ഉപയോഗിക്കുക, പാസ്റ്റ് ടെൻസിൽ വേർ ആണ് ഉപയോഗിക്കുക. വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? ഇപ്പം നീ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഈ ചോദ്യത്തിന് അർത്ഥം. നീ വീക്കെൻഡിൽ എന്താണ് ചെയ്യാറുള്ളത്? ഇതൊരു ഹാബിറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നീ പതിവായി എന്താണ് വീക്കെൻഡിൽ ചെയ്യാറുള്ളത്? അതാണ് അറിയേണ്ടത്. ഇങ്ങനെ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നീ എന്താണ് വീക്കെൻഡിൽ ചെയ്യാറുള്ളത്? വാട്ട് ഡു യു ഡു അറ്റ് വീക്കെൻഡ്സ്? വാട്ട് ഡു യു ഡു അറ്റ് വീക്കെൻഡ്സ്? നീ വീക്കെൻഡുകളിൽ എന്താണ് ചെയ്യാറുള്ളത്? വീക്കെൻഡുകളിൽ നമ്മൾ പതിവായുള്ള ഒരു കാര്യത്തിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്ലൂറൽ ഫോമായ വീക്കെൻഡ്സ് എന്ന് പറയുന്നത്. വാട്ട് ഡു യു ഡു അറ്റ് വീക്കെൻഡ്സ്? പതിവായി നീ എന്താണ്, സാധാരണ നീ എന്താണ് ശനിയും ഞായറും ദിവസങ്ങളിൽ എന്താണ് ചെയ്യാറുള്ളത്?
വാട്ട് ആർ യു ഡൂയിങ് അല്ല, വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വരാൻ പോകുന്ന വീക്കെൻഡിൽ നീ എന്താണ് ചെയ്യുന്നത് എന്നാണ് അതിനർത്ഥം. ഇന്ന് ഞാൻ ജോലിക്ക് ട്രെയിനിലാണ് പോകുന്നത്. ഇന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. സംഭവിച്ചിട്ടില്ല, നടക്കാൻ പോകുന്ന കാര്യമാണ്, പക്ഷെ ഞാൻ ആ തീരുമാനം ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു മെയിൻ യൂസ് ആണ്. സംഭവിച്ചിട്ടില്ലാത്ത എന്നാൽ നമ്മൾ ഇപ്പോഴേ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇന്ന് ഞാൻ ജോലിക്ക് ട്രെയിനിൽ ആണ് പോകുന്നത്. ഐ ആം ടേക്കിംഗ് ദ ട്രെയിൻ ടു വർക്ക് ടുഡേ, അല്ലെങ്കിൽ ഓഫീസ്. ഐ ആം ടേക്കിംഗ് ദ ട്രെയിൻ ടു വർക്ക് ടുഡേ. ഇന്ന് ഞാൻ ട്രെയിനിനാണ് പോകുന്നത്. ഐ ടേക്ക് അല്ല, ഐ ആം ടേക്കിംഗ്. ഇന്ന് അതാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമ്മൾ ആൾറെഡി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മളുടെ ഒരു പേഴ്സണൽ ഡിസിഷൻ, ഒരു പേഴ്സണൽ അറേഞ്ച്മെന്റ് ആൾറെഡി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനും നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ആം ടേക്കിംഗ് ദ ട്രെയിൻ ടു വർക്ക് ടുഡേ. ഇന്ന് ഞാൻ ട്രെയിനിനാണ് പോകുന്നത്. ഞാൻ എപ്പോഴും ട്രെയിനിലാണ് ജോലിക്ക് പോകുന്നത്. എന്നും ഞാൻ അങ്ങനെയാണ് പോകുന്നത് എന്ന് പറയണമെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ ടേക്ക് ദ ട്രെയിൻ ടു വർക്ക്. ഞാൻ ട്രെയിനിനാണ് എന്നും ജോലിക്ക് പോകുന്നത്. ഇവിടെ ഓൾവേസ് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. ഐ ടേക്ക് ദ ട്രെയിൻ ടു വർക്ക് എന്ന് പറഞ്ഞാലും സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ അത്? അതിനർത്ഥം നമ്മൾ പതിവായി അത് അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ്. ഓൾവേസ് എന്ന അഡ്വർബും നമുക്ക് വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാം, പക്ഷെ അത് നിർബന്ധമില്ല. ഐ ടേക്ക് ദ ട്രെയിൻ ടു വർക്ക്. ഞാൻ ട്രെയിനിനാണ് സാധാരണ ജോലിക്ക് പോവാറുള്ളത്. ഐ ആം ടേക്കിംഗ് ദ ട്രെയിൻ ടു വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ അങ്ങനെയാണ് പോകുന്നത് എന്നാണ്. അത് സമയം സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഐ ആം ടേക്കിംഗ് ദ ട്രെയിൻ ടു വർക്ക് ടുഡേ. ഇന്ന് ഞാൻ ട്രെയിനിനാണ് ജോലിക്ക് പോകുന്നത്. അവൾ എൻ്റെ കൂടെ വരുന്നില്ല. ഒരു പ്രത്യേക ഒക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പം അവൾ എൻ്റെ കൂടെ വരുന്നില്ല. ഷീ ഈസ് ഇൻ കമ്മിങ് വിത്ത് മീ. അവൾ എൻ്റെ കൂടെ വരുന്നില്ല. ഷീ ഈസ് ഇൻ കമ്മിങ് വിത്ത് മീ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ഇത് അവളുടെ ഒരു തീരുമാനമാണ്, നടക്കാൻ പോകുന്ന കാര്യമാണ്, പക്ഷെ തീരുമാനം ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഷീ ഈസ് ഇൻ കമ്മിങ് വിത്ത് മീ. അവൾ എൻ്റെ കൂടെ വരാറില്ല. എപ്പോഴും വരാറില്ല, അവൾ എൻ്റെ കൂടെ വരാറേ ഇല്ല. ഷീ ഡസൻ കം വിത്ത് മീ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഷീ ഡസൻ കം വിത്ത് മീ. അവൾ എൻ്റെ കൂടെ വരാറില്ല, വരാറേ ഇല്ല എന്നർത്ഥം. ഷീ ഈസ് ഇൻ കമ്മിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു പക്ഷേ അവൾ വരാറുണ്ടായിരിക്കും, ഇപ്പോൾ ഒരു പ്രത്യേക ഒക്കേഷനിൽ വരുന്നില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ഷീ ഡസൻ കം വിത്ത് മീ എന്ന് പറയുമ്പോൾ അവൾ എപ്പോഴും എൻ്റെ കൂടെ വരാറില്ല എന്നാണ് ആ സെൻറ്റൻസിന് അർത്ഥം. ഞാൻ ഓഫീസിലേക്ക് സ്കേർട്സ് ധരിക്കാറില്ല. സ്കേർട്സ് ധരിച്ച് ഞാൻ ഓഫീസിൽ പോവാറില്ല. ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. ഐ ഡോണ്ട് വിയർ സ്കേർട്സ് ടു ഓഫീസ്. ഐ ഡോണ്ട് വിയർ സ്കേർട്സ് ടു ഓഫീസ് അല്ലെങ്കിൽ വർക്ക്. ഞാൻ ജോലി സ്ഥലത്തേക്ക് സ്കേർട്ട് ധരിച്ച് പോവാറില്ല. ഐ ഡോണ്ട് വിയർ സ്കേർട്സ് ടു ഓഫീസ്. ഇത് ഹാബിറ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചത്. ഡോണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഉപയോഗിച്ചത്. ഞാൻ ഓഫീസിലേക്ക് ആ സ്കേർട്ട് ധരിക്കില്ല. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചല്ല, ഏതോ ഒരു പ്രത്യേക സ്കേർട്ട് അത് ഓഫീസിലേക്ക് ധരിക്കില്ല എന്നാണ് പറയേണ്ടത്. ഇങ്ങനെ ഹാബിറ്റ്സിനെ കുറിച്ചല്ല, ഒരു സ്പെസിഫിക് ഒക്കേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ല. ഐ എം നോട്ട് വിയറിംഗ് ദാറ്റ് സ്കേർട്ട് ടു ഓഫീസ്. ഐ എം നോട്ട് വിയറിംഗ് ദാറ്റ് സ്കേർട്ട് ടു ഓഫീസ് അല്ലെങ്കിൽ ടു വർക്ക്. ഐ എം നോട്ട് വിയറിംഗ്. ഇവിടെ നമ്മൾ ഐ ഡോണ്ട് വിയർ അല്ല ഉപയോഗിച്ചത്, ഐ എം നോട്ട് വിയറിംഗ് എന്നാണ് ഉപയോഗിച്ചത്. നമുക്ക് വേണ്ടത് ഒരു പ്രത്യേക ഒക്കേഷനിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കാത്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അവൾ എൻ്റെ ഫോൺ എടുക്കുന്നില്ല. ഞാൻ അവളെ കുറച്ചു നേരമായി ഫോൺ വിളിക്കുന്നു, പക്ഷെ അവൾ എടുക്കുന്നില്ല. അവൾ സാധാരണ എടുക്കാറുണ്ടോ എടുക്കാറില്ലേ അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. അവൾ ഫോൺ എടുക്കുന്നില്ല. ഷീ ഈസ് ഇൻ ആൻസറിങ് മൈ കോൾസ്. ഷീ ഈസ് ഇൻ ആൻസറിങ് മൈ കോൾസ്. ഞാൻ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല. ഇവിടെയും നമ്മൾ ഉപയോഗിച്ച പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈസിൻ്റെ ആണ് നമ്മൾ ഉപയോഗിച്ചത്, ഡസിൻ്റെ അല്ല. അവൾ എൻ്റെ ഫോൺ എടുക്കാറില്ല. ഞാൻ എപ്പോൾ ഫോൺ ചെയ്താലും അവൾ ഫോൺ എടുക്കാറില്ല. ഇത് ഹാബിറ്റാണ്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസിൻ്റെ അല്ല, ഡസിൻ്റെ ആണ്. ഷീ ഡസിൻ ആൻസർ മൈ കോൾസ്. ഷീ ഡസിൻ ആൻസർ മൈ കോൾസ്. അവൾ എൻ്റെ ഫോണ് എടുക്കാറില്ല. ഷീ ഈസ് ഇൻ ആൻസറിങ് മൈ കോൾസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ അവൾ എടുത്തില്ല എന്നാണ് അതിനർത്ഥം. ഷീ ഡസിൻ ആൻസർ മൈ കോൾസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോൾ വിളിച്ചാലും അവൾ ഫോൺ എടുക്കാറില്ല എന്നാണ് അർത്ഥം. ഞാൻ ഈ വീക്കെൻഡിൽ ജോലി ചെയ്യുന്നില്ല. നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രത്യേക ഒക്കേഷനെ കുറിച്ചാണ്. ഈ വരാൻ പോകുന്ന വീക്കെൻഡിൽ ഞാൻ ജോലി ചെയ്യുന്നില്ല. വീക്കെൻഡ് വരുന്നേ ഉള്ളൂ, പക്ഷേ തീരുമാനം ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാനും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഞാൻ ഈ വീക്കെൻഡിൽ ജോലി ചെയ്യുന്നില്ല. ഐ എം നോട്ട് വർക്കിംഗ് അറ്റ് ദ വീക്കെൻഡ്. ഐ എം നോട്ട് വർക്കിംഗ് അറ്റ് ദ വീക്കെൻഡ്. അറ്റിന് പകരം നമുക്കിവിടെ വേണമെങ്കിൽ ഓൺ ഉപയോഗിക്കാം. ഐ എം നോട്ട് വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ് എന്നും പറയാം.
ഞാൻ വീക്കെൻഡിൽ സാധാരണ ജോലി ചെയ്യാറുണ്ടോ ഇല്ലയോ അതൊന്നുമല്ല ഈ സെന്റൻസിനർത്ഥം. ഈ വരാൻ പോകുന്ന വീക്കെൻഡിൽ ഞാൻ ജോലി ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ഒരു സ്പെസിഫിക് ഒക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, സിമ്പിൾ പ്രസന്റ് അല്ല. ഐ എം നോട്ട് വർക്കിംഗ് അറ്റ് ദ വീക്കെൻഡ്. ഞാൻ വീക്കെൻഡിൽ ജോലി ചെയ്യാറില്ല. പൊതുവെ ഞാൻ സാറ്റർഡേയും സൺഡേയും വർക്ക് ചെയ്യുന്ന ആളല്ല. ഞാൻ വീക്കെൻഡിൽ ജോലി ചെയ്യാറില്ല. ഐ ഡോണ്ട് വർക്ക് അറ്റ് വീക്കെൻഡ്സ് അല്ലെങ്കിൽ ഐ ഡോണ്ട് വർക്ക് ഓൺ വീക്കെൻഡ്സ്. അറ്റ് എന്നോ ഓൺ എന്നോ നമുക്ക് വീക്കെൻഡിന് മുന്നിൽ ഉപയോഗിക്കാം. ഇത് നമ്മുടെ പതിവിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ ഡോണ്ട് വർക്ക്, ഐ എം നോട്ട് വർക്കിംഗ് എന്നല്ല പറയുന്നത്, ഐ ഡോണ്ട് വർക്ക് എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് വർക്ക് അറ്റ് വീക്കെൻഡ്സ്. ഞാൻ അവരെ എൻ്റെ പാർട്ടിക്ക് ക്ഷണിക്കുന്നില്ല. നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നമ്മളിപ്പോൾ ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിന് അവരെ വിളിക്കുന്നില്ല, അത്രയേ പറയുന്നുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് അവരെ വിളിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഭാവിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്ന പാർട്ടിക്കും ഒരുപക്ഷെ അവരെ വിളിക്കുമായിരിക്കും. ഇപ്പം പറയേണ്ടത് ഞാൻ എൻ്റെ പാർട്ടിക്ക് അവരെ വിളിക്കുന്നില്ല എന്ന് മാത്രമാണ്. ഒരു സ്പെസിഫിക് ഒക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ എം നോട്ട് ഇൻവൈറ്റിംഗ് ദം ടു മൈ പാർട്ടി. ഐ എം നോട്ട് ഇൻവൈറ്റിംഗ് ദം ടു മൈ പാർട്ടി. ഐ ഡോണ്ട് അല്ല, ഐ എം നോട്ട് ഇൻവൈറ്റിംഗ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു ഹാബിറ്റ്സിനെ കുറിച്ചോ നമ്മുടെ പതിവുകളെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. ഐ എം നോട്ട് ഇൻവൈറ്റിംഗ് ദം ടു മൈ പാർട്ടി. ഞാൻ അവരെ എൻ്റെ പാർട്ടികൾക്ക് ക്ഷണിക്കാറില്ല. പൊതുവെ ഞാൻ എന്ത് പാർട്ടി ഓർഗനൈസ് ചെയ്യുകയാണെങ്കിലും അവരെ ഞാൻ വിളിക്കാറില്ല. ഇത് പതിവാണ്, ഹാബിറ്റാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ എം നോട്ട് അല്ല, ഐ ഡോണ്ട് ആണ്. ഐ ഡോണ്ട് ഇൻവൈറ്റ് ദം ടു മൈ പാർട്ടീസ്. നമ്മൾ പാർട്ടീസ് എന്നാണ് ഇവിടെ പറഞ്ഞത്. കാരണം നമ്മൾ ഒരു പ്രത്യേക പാർട്ടിയെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ പാർട്ടികളെ കുറിച്ചുമാണ് പറയുന്നത്. ഐ ഡോണ്ട് ഇൻവൈറ്റ് ദം ടു മൈ പാർട്ടീസ്. ഐ ഡോണ്ട് ഇൻവൈറ്റ് ദം ടു മൈ പാർട്ടീസ്. ഞാൻ എൻ്റെ പാർട്ടികൾക്ക് അവരെ ക്ഷണിക്കാറില്ല. ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ ഡൂവും ഡസും ഡോണ്ടും ഡസിൻറ്റും ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഈസ് ഇൻ, ആം ഇൻ, ആർ ഇൻ അതെല്ലാം ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നില്ല. ഈ സെന്റൻസിന് അർത്ഥം എന്താ? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പ്യൂട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. നേരേക്കാൻ പറ്റാത്ത തരത്തിൽ ആ കമ്പ്യൂട്ടർ കേടാണ്, അതൊന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്പ്യൂട്ടർ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ദ കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നില്ല. ദ കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ്. അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. അതൊരു പക്ഷേ ഇനി ശരിയാക്കാൻ പറ്റുമായിരിക്കും. നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പ്യൂട്ടറാണ്. ദ കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ്. ആ കമ്പ്യൂട്ടർ പ്രവർത്തിക്കില്ല. അത് കേടുവന്ന കമ്പ്യൂട്ടറാണ്, അത് നേരെയാക്കാൻ സാധിക്കില്ല, അത് ഇനി പ്രവർത്തിക്കില്ല. ദ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദാറ്റ് കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടർ എന്നതിന് നമുക്ക് ദാറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയാം, ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാലും മതി. ദ കമ്പ്യൂട്ടർ ഡസൻ വർക്ക്. ഇതിനർത്ഥം ഇനി അത് നേരെയാക്കാൻ പറ്റില്ല, അത് പ്രവർത്തനരഹിതമാണ് എന്നാണ്. പക്ഷെ ഈസ് ഇൻ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അതൊരു പക്ഷെ നമുക്ക് നേരെയാക്കാൻ പറ്റുമായിരിക്കും. ഞാൻ ഇനി ഒരിക്കലും അവനോട് സംസാരിക്കില്ല. ഭാവിയിലുള്ള കാര്യമാണ്, പക്ഷേ ഞാൻ എടുത്തിട്ടുള്ള ഒരു പേഴ്സണൽ ഡിസിഷനെ കുറിച്ചാണ് നമുക്കിവിടെ പറയേണ്ടത്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും ഓൾറെഡി തീരുമാനം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് ടു ഹിം എവർ അഗെയിൻ. ഇനി ഒരിക്കലും എന്നതിന് എവർ എഗെയിൻ എന്ന് നമുക്ക് പറയാം. ഐ എം നോട്ട് ടോക്കിംഗ് ടു ഹിം എവർ എഗെയിൻ. ഇനി ഒരിക്കലും ഞാൻ അവനോട് സംസാരിക്കാൻ പോകുന്നില്ല. എവർ എഗെയിൻ എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും എന്നർത്ഥം. ഐ എം നോട്ട് ടോക്കിംഗ്. ഐ ഡോണ്ട് ടോക്ക് അല്ല, ഐ എം നോട്ട് ടോക്കിംഗ്. ഞാൻ അവനോട് സംസാരിക്കാറില്ല. ഞാൻ അവരോട് എപ്പോഴും സംസാരിക്കാറില്ല. ഐ ഡോണ്ട് ടോക്ക് ടു ഹിം. ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ സംസാരിക്കാതിരിക്കുന്നതിനെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്, മറിച്ച് ഞാൻ അവനോട് സംസാരിക്കാറില്ല എന്നാണ് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ ഡോണ്ട് ടോക്ക് ടു ഹിം. ഐ എം നോട്ട് ടോക്കിംഗ് അല്ല, ഐ ഡോണ്ട് ടോക്ക് ടു ഹിം. ഞാൻ പഠിക്കുകയാണ്. ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണ് പറയേണ്ടത്. ഐ എം സ്റ്റഡിയിങ്. ഐ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കുന്നു അല്ലെങ്കിൽ നല്ലതുപോലെ പഠിക്കാറുണ്ട് എന്നാണ് അർത്ഥം. ഐ എം സ്റ്റഡിയിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുകയല്ല, ഞാൻ ഇപ്പോൾ അതല്ല ചെയ്യുന്നത്. ഐ എം നോട്ട് പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ്. ഐ എം സ്റ്റഡിയിങ്. ഞാൻ പഠിക്കുകയാണ്. ഐ എം നോട്ട് പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ്. ഞാൻ കമ്പ്യൂട്ടർ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല, അതല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കാറില്ല. ഇതപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഇത് എൻ്റെ ഒരു ഹാബിറ്റാണ്, ഞാൻ കളിക്കാറേ ഇല്ല. ഐ ഡോണ്ട് പ്ലേ കമ്പ്യൂട്ടർ ഗെയിംസ്. ഇപ്പം ഞാൻ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല പറയുന്നത്, മറിച്ച് ഞാൻ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കാറേ ഇല്ല എന്നാണ് പറയേണ്ടത്. ഐ ഡോണ്ട് പ്ലേ കമ്പ്യൂട്ടർ ഗെയിംസ്. ഐ എം നോട്ട് പ്ലേയിങ് അല്ല, ഐ ഡോണ്ട് പ്ലേ. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഓക്സിലറീസ് ആണ് ഈസ്, ആം, ആർ, ഡു, ഡസ്. ഡൂവും ഡസും നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലുമാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണിത്.
ഈസ്, ആം, ആർ നമുക്ക് അഫർമേറ്റീവ് സെൻറ്റൻസസിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലും ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ ഈ ഓക്സിലറീസ് യൂസ് ചെയ്യാറുണ്ട്. ഈസ്, ആം, ആറിന് ശേഷം ING ഫോം ഉപയോഗിക്കുക. ഡൂവിനും ഡസിനും ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് V1 ആണ്. ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, ജനറൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, പ്രിഫറൻസസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി എല്ലാമാണ് നമ്മളിങ്ങനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. മറിച്ച് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ പ്രസൻറ്റ് തീരുമാനത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി എല്ലാമാണ് ഈസ്, ആം, ആർ പ്ലസ് ING ഉപയോഗിക്കുന്നത്. ലെസൺ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.